കേരളം ഏറെ ചർച്ച ചെയ്ത മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയന്റെ ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ തൈക്കണ്ടി എന്ന വീണ വിജയൻ ഉൾപ്പെട്ട മാസപ്പടി കേസിൽ അതിനിർണായകമായ ഒരു നടപടിയാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ കേസ് റദ്ദാക്കാനും ED അന്വേഷണം മരവിപ്പിക്കാനും ഒക്കെ തന്നെ തൽപര കക്ഷികൾ കൊടുത്ത പരാതി അല്ലെങ്കിൽ ഹർജിയെടുത്ത് ചവിറ്റുകുട്ടയിലിട്ടുകൊണ്ടാണ് ബഹുമാനപ്പെട്ട ഹൈക്കോടതി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം തുടരാം എന്നുള്ള നിർണായക വിധി അല്പസമയം മുൻപ് പുറപ്പെടുവിച്ചത്. തീർച്ചയായിട്ടും കേരളമേറെ ചർച്ച ചെയ്ത ഒരു വിഷയമാണ് ഇത്. ഒരു തരത്തിലും ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് ഒരു വിട്ടുവീഴ്ചയും പാടില്ല, കൃത്യമായ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അന്വേഷണം നടത്തണം എന്ന് തന്നെയാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വീണ വിജയനും പിണറായി വിജയനും അടക്കമുള്ള ആളുകൾക്ക്, ഈ കേസിൽ ഉൾപ്പെട്ട വ്യക്തികൾക്ക് ഒക്കെ തന്നെ ശക്തമായ തിരിച്ചടിയാണ്. ഈ കേസ് ശരിക്കും നിയമസഭയിൽ ഉയർത്തിക്കൊണ്ടുവന്നത് മൂവാറ്റുപുഴ MLA ആയിരുന്ന, ഇപ്പോഴും MLA ആയ മാത്യു കുഴൽനാടനാണ്. അദ്ദേഹത്തിനെതിരെ എന്തൊക്കെ അദ്ദേഹത്തിന്റെ സ്വത്തുവകകൾ അനധികൃതമാണെന്ന് വരെ പറഞ്ഞ് പരത്താൻ ശ്രമിച്ചു. അതിനെതിരെ അന്വേഷണം നടത്തി അദ്ദേഹത്തെ പലതരത്തിൽ തേജോവധം ചെയ്യാൻ ശ്രമിച്ചു. അങ്ങനെ ഈ ശശിധരൻ കർത്തയിൽ നിന്ന് 1.72 കോടി രൂപ അനധികൃതമായി തന്നെയാണ് വീണ വിജയന്റെ എക്സാലോജിക്ക് ഇപ്പോൾ ഇല്ല, ആ കമ്പനി കൈപ്പറ്റിയത് എന്ന് വ്യക്തമാക്കിക്കൊണ്ടാണ് ഈ ഒരു അന്വേഷണവും പരാതിയും ഒക്കെ വന്നത്. ഈ വിഷയത്തിലാണ് അതിനിർണായകമായ ഒരു തീരുമാനം ഇപ്പോൾ കോടതി എടുത്തിരിക്കുന്നത്. മുൻ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മകൾ വീണ വിജയന്റെ കമ്പനിയായ എക്സാലോജിക് സൊല്യൂഷൻസും CMRലും തമ്മിലുള്ള ഇടപാടുകളിൽ EDക്ക് അന്വേഷണം തുടരാം എന്ന് കേരള ഹൈക്കോടതി വിധിച്ചു. കൊച്ചിൻ മിനറൽസ് ആൻഡ് റൂട്ടൈൽസ് ലിമിറ്റഡ് കമ്പനിയും ഇവിടുത്തെ ഉദ്യോഗസ്ഥരും സമർപ്പിച്ച ഹർജിയാണ് കോടതി തള്ളിയത്. ഇതോടെ മാസപ്പടി കേസിൽ കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരമുള്ള ED അന്വേഷണം തുടരും. ED അയച്ച സമൻസുകൾ ചോദ്യം ചെയ്തും അന്വേഷണം റദ്ദാക്കണമെന്നും ആവശ്യപ്പെട്ടാണ് CMRL ഉൾപ്പെടെയുള്ള ആളുകൾ ഹൈക്കോടതിയെ സമീപിച്ചത്. ഇത് എടുത്ത് ദൂരെ കളഞ്ഞുകൊണ്ടാണ് ഹൈക്കോടതി ഈ ഒരു വിധി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ CMRL വഴി ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് രൂപയുടെ കള്ളപ്പണം വെളുപ്പിച്ചിട്ടുണ്ട്. ഈ എക്സാലോജിക്കും പിണറായി വിജയന്റെ മകൾ അടക്കമുള്ള ആളുകളും ഇതിന് കൂട്ടുനിന്നു എന്നുള്ള പരാതിയും ഇവിടെ നിലനിൽക്കുന്നുണ്ട്. ഈ ഒരു അവസരത്തിലാണ് ഇപ്പോൾ സുപ്രധാനമായ ഒരു തീരുമാനം ഹൈക്കോടതി എടുത്തിരിക്കുന്നത്. ഇതിന്റെ മറ്റ് വിശദാംശങ്ങളും ഈ വിധിയുമായി ബന്ധപ്പെട്ട മറ്റ് വിശദീകരണങ്ങളും കർമ്മ ന്യൂസിന്റെ വരും ബുള്ളറ്റിനുകളിൽ തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് കാണാം.